ഇനി മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അച്ഛനുണ്ട്. എവിടെ എന്റെ മോൻ? രാഹുൽ അവന്റെ ഫാദർ വന്നപ്പോ. ഏത് ഫാദർ? ആ തന്റെ താനും കൂട്ടുന്നു അല്ലേ? ജയൻ, എന്റെ കുട്ടിയെ ഒരു കുതിരക്കാരന്റെ കൂട്ടിലേക്ക് അയക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ അനുവാദമില്ലാതെ അവനെ ആരുടെ കൂടെ അയക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മാഡം, അദ്ദേഹം ഒരു കോർട്ട് ഓർഡറുമായിട്ടാണ്. കോടതി നിയമമൊക്കെ തന്നേക്കാൾ കൂടുതൽ എനിക്കറിയാമോ? കോർട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമായിരുന്നില്ലേ? അച്ഛനെന്ന് പറയുന്ന ഒരാൾ വന്ന് വിളിച്ചപ്പോ കുട്ടി ഭയന്ന് ഉറക്കെ കരഞ്ഞെന്നും നിർബന്ധിച്ച് അയാളുടെ കൂടെ അയച്ചാൽ കുട്ടിയുടെ മാനസിക നില തെറ്റുമെന്നും. മാഡം, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളെ സത്യസന്ധത പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. തന്റെ പ്രിൻസിപ്പൽ സ്ഥാനം എത്ര ദിവസത്തേക്കെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ കുട്ടിയെ വീണ്ടെടുക്കാൻ എനിക്കറിയാം. രാധിയ വർമ്മയെ തോൽപ്പിച്ചാലുള്ള അനുഭവം എന്തെന്ന് താനും അറിയണം. സിന്ധു, സിന്ധു, തുടരുതന്നെ. ഈ വീട്ടിൽ എച്ചിൽ തിന്നുന്ന നിനക്ക് എന്നെ തടയാൻ അധികാരമില്ല. സിന്ധു, തന്നെ ആരിവിടേക്ക് വിളിച്ചു? ഞാനാണ് വിളിച്ചത്. സിന്ധു. അതെ അമ്മേ, പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിങ്ങൾ എനിക്ക് കാവൽ നിർത്തിയ ഗുണ്ടകളുടെയും നിങ്ങളുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഇയാളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഈ ദിവസം തന്നെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. സിന്ധു, അകത്ത് പോകൂ. ഈ ഗസ്റ്റുകളുടെ മുമ്പിൽ ഒക്കെ എന്നെ അറിയാം. ചിലർ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ഐ വാണ്ട് their help to escape from this cage. അവരെന്നെ തടയില്ലെന്നറിയാം. വരൂ ഗൗതം. സിന്ധു, എടാ, കാൽക്കാശിന് ഗതിയില്ലാത്ത നീ എന്റെ സ്റ്റാറ്റസ് ഓർക്കാതെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോമോ? കാശ് കൊണ്ടാണ് സ്റ്റാറ്റസ് ഇളക്കുന്നതെങ്കിൽ എനിക്കിപ്പോ നിങ്ങളോടോ ഇല്ല. പ്രവൃത്തി കൊണ്ടാണെങ്കിൽ ജസ്റ്റിസ് ആയിരുന്നിട്ട് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ പ്യൂരിറ്റി പോലും കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ട പാരമ്പര്യവും പിന്നീട് ലിക്കർ ലോബിയും വനം കൊള്ളക്കാരും ചേർന്ന് നടത്തുന്ന മാഫിയ സംഘത്തിന് തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ യോഗ്യതയും എനിക്കില്ല. Shut up, you bloody rascal. എന്നാലും ജനങ്ങൾ പറയും മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൂടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ മൊറാലിറ്റിയെ പറ്റി. You dirty scoundrel. അരുത്, ഇല്ലെങ്കിൽ എനിക്കും കൂടി ചിലത് പറയേണ്ടി